അച്ചു, പെട്ടിലെല്ലാം എടുത്തു വെച്ചില്ലേ? ബാലു ഇപ്പോൾ അവിടെ കിടന്ന് ബഹളം വെക്കുകയായിരിക്കും. സിംഗപ്പൂരിൽ ഇറങ്ങിയാൽ ഉടൻ എയർപോർട്ടിൽ നിന്നെ ഞാൻ വിളിക്കാം. അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ ഈ മൂഡൌട്ട് കണ്ടാ തോന്നുമല്ലോ ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത പോക്കാണെന്ന്. കൂടിയൽ 2 ആഴ്ച, അതിനകം ഞാനിങ്ങ് എത്തില്ലേ. തന്നെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല അച്ചു. പണ്ടൊക്കെ പോയ വഴി, വന്നാൽ ആ വഴി. ഇപ്പൊ എവിടെ പോയാലും തന്റെ വിചാരം. മടങ്ങുമ്പം തനിക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട, വേഗം ഒന്ന് വന്നാ മതി. അല്ല, ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് അവരെല്ലാം ഇങ്ങെത്തി. ആ, ഞാൻ വരുന്നവരെ പങ്കമ്മ ഇവിടെ ഉണ്ടാവണം. കൊള്ളാം, അത് പിന്നെ പറയണോ? അശ്വതിയുടെ അടുത്തൊന്നും ഞാൻ എങ്ങും പോവില്ല. ആ മോനെ, ഇവിടെ കിട്ടുന്ന പോലെ എണ്ണയും കുഴമ്പും അവിടെ കിട്ടുമോ? പിന്നെ ഇതിനേക്കാൾ നല്ലത് കിട്ടും. ആ, എന്നാ 1 മാസത്തേക്ക് എണ്ണയും കുഴമ്പും കൊണ്ടുവരണം. ആ, നേരത്തിനും കാലത്തിനും എത്തണ്ടേ? ഹെവി ട്രാഫിക് ഉള്ള സമയാ. കേറിക്ക്. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ മോനെ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവും. അശ്വതി, ആ ഇപ്പൊ വരവേ. കുട്ടമ്പിള്ളേ, എന്താ ഗോപു? ആരും ഇല്ലേ ഇവിടെ? ആരാ? ഡോക്ടർ കല്ലായി വന്നു. ഇരിക്കൂ. രാവിലെ ഞാൻ അല്പം തിരക്കിലായിരുന്നു. ഗോപി സിംഗപ്പൂര് പോകുന്നെന്നറിഞ്ഞു. എനിക്ക് 1-2 പുസ്തകങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് എന്റെ മിസ്സിസ് പറഞ്ഞത് ഗോപി സിംഗപ്പൂർ പോയി എന്ന്. എന്റെ മിസ്സിസിനെ പരിചയപ്പെട്ടാണല്ലോ, എലിസബത്ത്. ഹസ് വിളിച്ചാൽ സോംനാംബുലിസം ആൻഡ് ഹെർണിയ, സൈക്കോപാത്ത് ഓൺ ദ ഫുട്പാത്ത് എന്നീ 2 പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറയണം. സിസ്റ്ററുടെ മനസ്സ് എവിടെയോ ആണ്. ഹസ് പോയ പ്രയാസത്തിലാണോ? എങ്കിൽ ഹൗ ടു സോൾവ് ഹസ്ബുലിസം എന്നെന്റെ പുസ്തകം മനസ്സിരുത്തി വായിച്ചാൽ മതി. ഇനി അതുമല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഡോക്ടർ കല്ലായി കാണാൻ മടിക്കണ്ട. മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഡോക്ടർ കല്ലായി. എന്നാ വരട്ടെ, ഒരുപാട് കത്തുകൾക്ക് മറുപടി എഴുതാനുണ്ട്. ദേവു, കൊച്ചു കിടന്ന് കരയുന്നത് കേട്ടില്ലേ? നീ എന്താ ആലോചിച്ചിരിക്കുക? 2-3 ദിവസമായിട്ട് നിനക്ക് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാനിപ്പോ അങ്ങോട്ട് കിടത്തിയതേ ഉള്ളൂ. തരൂ. ഒരു കത്ത് വന്നപ്പോഴേക്കും 2 പേരും ഇങ്ങ് ഓടിയെത്തിയ. ഞാൻ വിചാരിച്ചു ഗോവിന്റെ കത്തായിരിക്കുന്നു.
അമ്മാവന്റെ കത്താ. മേലെ തട്ട് പുരയിടത്തിന്റെ വിധിയായി. എന്റെ അമ്മയുടെ വക സ്വത്താണേ. കുറെ കാലമായിട്ട് കേസിലായിരുന്നു. ഏതായാലും നമ്മൾ ജയിച്ചു. ആ രേവു, എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം. ഓഫീസിൽ നിന്ന് ഫോൺ വരികയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് എത്തുമെന്ന് പറയണം. കേറുന്നില്ലേ? ആ കേറുക. ആ ഹലോ, പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. ഇതിപ്പോ 3-ാം തവണയാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നേരിട്ടൊന്ന് കണ്ടാൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ആക്കാം. ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വന്നാൽ മിസ്റ്റർ ബാലേന്ദ്രനുമായി ഒന്ന് പരിചയപ്പെടണം. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. വെറുതെ ഒരു കോംപ്ലിക്കേഷൻ വേണോ? വൈകിട്ട് വരെ ഞാൻ കാക്കും. അതിനകം ഇവിടെ വന്നില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും. എന്ത് പ്രശ്നമുണ്ടായാലും ഡോക്ടർ കല്ലായിയെ കാണാൻ മടിക്കണ്ട. മാനസിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഡോക്ടർ കല്ലായി. മനഃശാസ്ത്രപരമായ ഒരു സമീപനമല്ല ഇക്കാര്യത്തിൽ വേണ്ടത്, പ്രാക്ടിക്കൽ ആവണം. അതിരിക്കട്ടെ, കൂട്ടുകാരുടെ ഭർത്താവ് ആളെങ്ങനെ? ഐ മീൻ, അവർ തമ്മിൽ ഇതിനു മുമ്പ് എനി പ്രോബ്ലംസ്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായതായി പറഞ്ഞിട്ടില്ല. അവിടെയാണ് പ്രോബ്ലം. Where there is more affection, there is always more chances of complications. ഈ കുട്ടി എല്ലാ കാര്യങ്ങളും തുറന്ന് ഭർത്താവിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ക്ഷമിച്ചെന്നിരിക്കും. ഐ മീൻ കൺഫഷൻ. എങ്കിലും അയാളുടെ അബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നും അതൊരു കരടായി തന്നെ കിടക്കും. അതിനുള്ള അവസരം കൊടുക്കാതെ തന്നെ ഇത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ നന്ന്. അതെങ്ങനെയാണെന്നാണ്? ആ കുട്ടിയെ കൊലപ്പെടുത്താനല്ല ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വഴിയുടെ ആവശ്യമില്ല. പകരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനായിരിക്കും ഉദ്ദേശം. അങ്ങനാണെങ്കിൽ തന്ത്രപൂർവ്വം ഇടപെട്ട് മനസ്സിലാക്കുന്നതാണ് ബുദ്ധി. പക്ഷേ ഡോക്ടർ, ആ കുട്ടിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. എത്ര ദുർബലയായ സ്ത്രീയും തന്റെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ സമർത്ഥയാകാറും. പ്രത്യേകിച്ചും ക്യാരക്ടർ അസാസിനേഷൻ സിറ്റുവേഷനിൽ. ആദ്യം അയാളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി അയാളുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ ആ കുട്ടിയോട് പറയണം. ഒരുപക്ഷെ വരാൻ മടിച്ചാൽ? അങ്ങോട്ട് പോയി തന്ത്രപൂർവ്വം അയാളുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ.